നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച താമരത്തോളം നമ്മളത് യൂട്യൂബൊക്കെ നോക്കി മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ മുളപ്പിക്കാൻ ഇട്ടിട്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ നാളെ വന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ ഉണ്ണിമോനെ കൊണ്ട് വന്നു എന്തായി നോക്കാൻ വേണ്ടി വന്നു കേട്ടോ. വള്ളത്തിൻ്റെ കളറൊക്കെ ആകെ മാറിനു കേട്ടോ. ഈ പാരി കിടക്കണ വിത്തുകളൊഴികെ ബാക്കി അടിയിൽ കിടക്കണ എല്ലാ വിത്തോളും മുളച്ചിരുന്നു കേട്ടോ. ചെറിയ ചെറിയ മുള പൊട്ടിയിട്ട് എല്ലാത്തിലും മുളണ്ട്. 4-5 വിത്തോളം മുളച്ചിട്ടുണ്ട്. ആ പാരി കിടക്കണ മൊത്തം കേടന്ന് പോയിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും എടുത്ത് വലിച്ചെറിയാവുന്ന കാര്യമില്ല. കുറച്ചും കൂടി ക്ലിയർ ആയി കാണാൻ വേണ്ടി നമ്മൾ വെളിച്ചത്തേക്ക് പിടിച്ചാട്ടോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വെള്ളമൊക്കെ ആകെ കേടുന്നിട്ടുണ്ടാവട്ടെ. ഈ താമരയുടെ വിത്തിൻ്റെ ഓരോ ഇതൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കേടുന്നിട്ടുണ്ടാവും. ഇത് നമ്മുടെ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് 5-ാമത്തെ ദിവസമാണ് കേട്ടോ. നല്ല മുളച്ച് പൊന്തി മുളിക്കണം. നമ്മൾ ഡപ്പയിൽ നിന്ന് മാറ്റി വെള്ളം മാറ്റി ഇട്ടുണ്ട് കേട്ടോ. ഇത്ര വലുപ്പമായി കഴിഞ്ഞാൽ പിന്നെ വലിയ ചെടിയാവണ വരെ ആരും വെള്ളം മാറ്റി നമ്മൾ യൂട്യൂബിൽ കണ്ടില്ല കേട്ടോ. എന്തായാലും ഇത് വലുതായിട്ട് നമുക്ക് ഈ കുളത്തിൽ തന്നെ നടണം കേട്ടോ. നമ്മുടെ മീനുകൾക്ക് എല്ലാവർക്കും ഒരു താമര കുളമായിക്കോട്ടെ. പിന്നെ നമ്മുടെ ഉണ്ണിമോൻ എന്തോ കാണുന്നുണ്ടോ വന്നിട്ട് എന്തൊക്കെ ഡപ്പയിൽ നിന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ്